ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ 100 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ? ഇതിന് മുന്നേ നമ്മൾ ഇൻ, ഓൺ, അറ്റ്, പ്രിപ്പോസിഷൻ ഇൻ, ഓൺ, അറ്റ് സമയത്തെ കാണിക്കാൻ വേണ്ടി എവിടേക്കാണ് യൂസ് ചെയ്യണത്, അതുപോലെ ഇൻ, ഓൺ, അറ്റ് പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ഥലത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് യൂസ് ചെയ്യണതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫോർ. എവിടെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിൻസ് ഫോർ എല്ലാവർക്കും അറിയാവുന്നതാണ്. സിൻസ് ഫോർ എവിടെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഫോർ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്ന സംഭവമാണ് ഫോർ. അപ്പോൾ അതുകൊണ്ട് ഫോർ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലിയർ? ഫോർ ഒന്നാമതായിട്ടാണ് ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് when we talk about meals. എന്താണ് talking about meals എന്ന് വെച്ചാൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭക്ഷണം പറയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? ഞാൻ ചോദിക്കാം, വാട്ട് ഡിഡ് യു ഈറ്റ്? വാട്ട് ഡിഡ് യു ഈറ്റ്? നിങ്ങൾ എന്താണ് കഴിച്ചത്? അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു ഹാവ്? നിങ്ങൾ എന്താണ് കഴിച്ചത്? ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഇൻ ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉപയോഗിക്കാം? അവിടെ ഉപയോഗിക്കുന്നത് ഫോർ ആണ്. എന്ന് പറയാം, നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, മീൽസിനെ കുറിച്ച് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്, അല്ലെങ്കിൽ ലഞ്ചിൽ കഴിച്ചത്, അല്ലെങ്കിൽ ഡിന്നറിൽ കഴിച്ചത് ചോദിക്കുമ്പോൾ അവിടെ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ മീലിനെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫോർ ഉപയോഗിക്കണം. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഹാവ് ഉപയോഗിക്കാം. ഓക്കെ, ഈറ്റിന് പകരം, ഈറ്റ് എന്ന് പറഞ്ഞ വേർഡിന് പകരം നമുക്ക് ഹാവ് ഉപയോഗിക്കാമെന്നാണ്. ഓക്കെ, വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ലഞ്ച്? ഫോർ ലഞ്ച് അല്ലാതെ ഇൻ ലഞ്ച് എന്ന് ഉപയോഗിക്കരുത്. ഇൻ ലഞ്ചോ അറ്റ് ലഞ്ചോ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പറയുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ്. ഓക്കെ, അതുപോലെ ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഡിന്നറിന് എന്താണ് കഴിക്കാൻ പോകുന്നത്? നിങ്ങൾ ഡിന്നർ എന്താണ് കഴിക്കാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഹാവ് ഫോർ ഡിന്നർ? ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫോറിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് എന്ത്? പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ കാലാവധിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കാലാവധി? ഫോർ എക്സാമ്പിൾ, ഫോർ 2 days, ഫോർ 2 days, ഫോർ 3 days, ഫോർ 3 months, ഫോർ 2 minutes. ഇപ്പം ഞാൻ പറയാണ്, I have not been fine for 2 days. I have not been fine for 2 days. 2 ദിവസമായിട്ട് എനിക്ക് സുഖമില്ല. അപ്പോൾ ഇവിടെ ഈ 2 ദിവസം എന്ന് പറഞ്ഞതാണ്, ഇതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. പീരീഡ് ഓഫ് ടൈം. നമ്മൾ കാലാവധി, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി പോയിന്റ് ഓഫ് ടൈം ഉണ്ട് രണ്ടാമത്. എന്താണ് പോയിന്റ് ഓഫ് ടൈം? എക്സാക്ട് ടൈം, കറക്റ്റ് ടൈം പറയുമ്പോൾ അവിടെ പിന്നെ ഫോർ ഉപയോഗിക്കരുത്. അവിടെ എന്ത് ഉപയോഗിക്കേണ്ടത്? അവിടെ നമുക്ക് ഉപയോഗിക്കണം സിൻസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറയാണ്, ഇവിടെ ഐ ഹാവ് നോട്ട് ബീൻ ഫൈൻ ഫോർ 2 days. 2 ദിവസമായിട്ട് എനിക്ക് സുഖമല്ല. ഇനി എനിക്ക് പറയണം, തിങ്കളാഴ്ച മുതൽ എനിക്ക് സുഖമില്ല. തിങ്കളാഴ്ച മുതൽ എനിക്ക് സുഖമില്ല. അവിടെ മൺഡേ, തിങ്കളാഴ്ച എന്താണ് മൺഡേ? ആ മൺഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സാക്ട് ടൈമാണ്, എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. ഇതൊരു പേരാണ് അല്ലേ? നെയിം ഓഫ് ഡേ. നെയിം ഓഫ് ഡേ, നെയിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് എക്സാക്ട് പോയിന്റ് ആയി, എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം ആയി. ഓക്കെ, അങ്ങനെ പോയിന്റ് ഓഫ് ടൈം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പേര് ഉപയോഗിക്കുമ്പോൾ, പേരുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഫോർ അല്ല. അപ്പം ഞാൻ പറയാണ്, 2 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2 വർഷമായിട്ട്, 2 years അല്ലേ? 2 years. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ 2 years. അപ്പോൾ 2 വർഷമായിട്ട് ഇതെന്താണ്? ഇതൊരു പോയിന്റ് ഓഫ് ടൈം അല്ല, ഇതൊരു പീരീഡ് ഓഫ് ടൈം ആണ്, ഇതൊരു കാലാവധിയാണ് അല്ലേ? അപ്പോൾ കാലാവധി ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫോർ ഉപയോഗിക്കും. ഫോർ 2 years. ഇനി ഞാൻ വർഷത്തിൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. 2005 മുതൽ ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പോൾ 2005, 2005. ഇങ്ങനെ നമ്മൾ പേരുകൾ എഴുതുമ്പോൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? അവിടെ സിൻസ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, പേര് എന്താണ്? നെയിം ഓഫ് ഡേയ്സ്, ദിവസത്തിൻ്റെ പേരിൻ്റെ മുന്നേ സിൻസ് ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ മന്ത്സ്, മാസത്തിൻ്റെ പേരുകളുടെ മുന്നേ, വർഷത്തിൻ്റെ പേരുകളുടെ മുന്നേ, ഇതിനൊക്കെ നമ്മൾ പറയും പോയിന്റ് ഓഫ് ടൈം, എക്സാക്ട് ടൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സാക്ട് ടൈം അല്ല, പീരീഡ് ഓഫ് ടൈം ആണ്. ഇതിനു വേണ്ടിയാണ് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടത്? ഫോർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നാമതാണ് നമ്മൾ when we talk about meals,
നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ നമ്മൾ ഫോർ ഉപയോഗിക്കണം. രണ്ടാമതാണ് എന്ത് ഉപയോഗിക്കുന്നത്? പീരീഡ് ഓഫ് ടൈം. പീരീഡ് ഓഫ് ടൈം. ഓക്കെ, പീരീഡ് ഓഫ് ടൈം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി മൂന്നാമതാണ് നമ്മൾ എന്താണ്? ഷെഡ്യൂൾ. ഇത് ഷെഡ്യൂളാണ് എന്ന് വെച്ചാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ പറ്റുന്നത് സ്കെഡ്യൂൾ. അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയും. സ്കെഡ്യൂൾ. ഇത് ഡി അല്ല ശരിക്ക്. ഡി അതുപോലെ ജെ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേണം പറയാൻ. എന്താണ്? ഷെഡ്യൂൾ. ഷെഡ്യൂൾ. ജെ സൗണ്ട് വരണം. ജെ. ഷെഡ്യൂൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഷെഡ്യൂൾ. അതുപോലെ അമേരിക്കൻ ആണെങ്കിലോ സ്കെഡ്യൂൾ എന്ന് പറയും. ഓക്കെ. അപ്പോൾ അതുപോലെ അതെന്ന് പറയാം. നമ്മുടെ മൂന്നാമത്തെ ഫോറിൻ്റെ ഉപയോഗമാണ് എന്താണ്? ഷെഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറ്റൊരു സമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു സമയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. നമ്മളവിടെ ഫോറാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ പറയാണ്, ഐ ഹാവ് അയേൺഡ് ദ ഷർട്ട് ഫോർ ടുമോറോ. ഐ ഹാവ് അയേൺഡ് ദ ഷർട്ട് ഫോർ ടുമോറോ. നാളേക്ക് വേണ്ടി ഞാൻ ഷർട്ട് ഇസ്തിരി ഇട്ടു എന്നർത്ഥം. നാളേക്ക് വേണ്ടി ഞാൻ ഇസ്തിരി ഇട്ടു. അപ്പോൾ ഞാൻ പറയാണ്, ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ്. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ ടുനൈറ്റ് അല്ലെങ്കിൽ ടുമോറോ. നാളേക്ക് മാറ്റി അല്ലെങ്കിൽ നാളേക്ക് ഷെഡ്യൂൾ ചെയ്തു എന്ത്? മീറ്റിംഗ്. അതുപോലെ നമ്മൾ ഷെഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഫോറാണ് സാധാരണയായിട്ട് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫോർ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റാണ് നമ്മൾ ടോക്കിംഗ് അബൌട്ട് മീൽസിനെ കുറിച്ച്, അല്ലേ, ഭക്ഷണത്തെക്കുറിച്ച്. അതുപോലെ പീരീഡ് ഓഫ് ടൈം, കാലാവധിയാകുമ്പോൾ. അതുപോലെ ക്രമം എന്നാണ് ഷെഡ്യൂൾ. ഷെഡ്യൂളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫോറാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതാണ് ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം. എന്താണ്? പ്രവർത്തനം. ഓക്കെ, പ്രവർത്തനം നമുക്ക് നോക്കാം. ഫോർ കട്ടിങ്. ഫോർ എക്സാമ്പിളിനോ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഡിവൈസ്, ആ ഡിവൈസിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ, ആ ഡിവൈസിൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണയായിട്ട് ഫോറാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയാണ് എ നൈഫ്. അപ്പോൾ നോക്കാം. എ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ്, അല്ലേ? എ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ്. ഇവിടെ ഫോറിൻ്റെ കൂടെ ING വന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഫോർ എന്താണ്? പ്രിപ്പോസിഷൻ, അല്ലേ? എന്താണ്? പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ്റെ കൂടെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ ആണ്. നൗണോ പ്രൊനൗണോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ. ആഫ്റ്റർ എ പ്രിപ്പോസിഷൻ വി ഹാവ് ടു യൂസ് നൗൺ ഓർ പ്രൊനൗൺ. അപ്പോൾ കട്ട് എന്ന് പറയുന്നത് എന്താണ്? കട്ട്. CUT, കട്ട്. ഇറ്റ്സ് എ വെർബ്. ഇതൊരു വെർബാണ്. ഈ വെർബിൻ്റെ നൗൺ ആണ് എന്ത്? ING ഫോം ചേർക്കുക. ING ഫോം ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് നൗണായി മാറുകയാണ്. ഓക്കെ. സോ എ നൈഫ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ്. അതുപോലെ ഞാൻ പറയുകയാണ് കാൽക്കുലേറ്റർ. ഒരു കാൽക്കുലേറ്റർ. You know, the calculator is used for calculating. A pen is for writing. A pen is for writing. ഇതുപോലെ നമ്മളൊരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണയായിട്ട് ഫോറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. കണ്ടോ? ഒരു കത്തി വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ. ഓക്കെ. ഇനി അടുത്താണ് ബെനിഫിറ്റ്. ബെനിഫിറ്റ് ഞാൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് എഴുതിയേക്കാം. ഓക്കെ. ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം. എന്താണ് പ്രയോജനം? അപ്പോൾ നമ്മൾ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ, ബെനിഫിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഫോറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, യു ഹാവ് ഡൺ എവ്രിതിങ് ഫോർ മീ. നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഐ ഡിഡ് ഇറ്റ് ഫോർ യു. ഞാനിത് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യു ആർ ഡൂയിങ് ഹാർഡ് വർക്ക് ഫോർ യുവർ സക്സസ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സക്സസിന് വേണ്ടിയാണ്. ഇതുപോലെ ബെനിഫിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രയോജനത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫോറാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ഡൺ എവ്രിതിങ് ഫോർ മീ. നിങ്ങൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്നാമതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഫോറാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫോറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലേ? ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടോളാൻ പറയാണ്. ഞാൻ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടോളാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചല്ല, അല്ലല്ലോ.
അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, ഫോർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയാണ്, ഐ വിൽ മീറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു. ഇവിടെ നിങ്ങൾ ഫോർ ഉപയോഗിക്കരുത്. ഫോർ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാതെ, ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഫോർ ലഞ്ച്, ഫോർ ഡിന്നർ ഉപയോഗിക്കാതെ, എന്നുവെച്ചാൽ ഇവിടെ ഫോർ ഉപയോഗിക്കാതെ അവിടെ അറ്റ് ചേർക്കുക. എന്താ കാരണം അറിയോ, നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ മീലിനെ കുറിച്ച് എന്ന് വെച്ചാൽ ഭക്ഷണത്തെക്കുറിച്ചല്ല ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ്, മീലിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് അവിടെ ഫോർ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ എന്താണ് കഴിച്ചത്, നിങ്ങൾ ഇന്നലെ ഡിന്നറിന് എന്താണ് കഴിച്ചത്, നിങ്ങൾ ഇന്ന് ലഞ്ചിന് എന്താണ് കഴിക്കാൻ പോകുന്നത്, ഇതുപോലെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഫോർ ഉപയോഗിക്കേണ്ടത് അല്ലേ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കണം, അവിടെ അറ്റാണ് ഉപയോഗിക്കുക. കാരണം ടൈമാണ്, ടൈമിനെ കാണിക്കുമ്പോൾ അവിടെ സാധാരണയായിട്ട് അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഐ വിൽ മീറ്റ് യു അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഐ വിൽ മീറ്റ് യു അറ്റ് ലഞ്ച്, ഐ വിൽ മീറ്റ് യു അറ്റ് ഡിന്നർ. പക്ഷേ ഭക്ഷണം കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ, വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മറക്കരുത്. ഇനി നിങ്ങളൊരു 4 or 5 സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഓരോന്നിനായിട്ടും, ഇപ്പോൾ നമ്മൾ മീലിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ, അതുപോലെ പീരീഡ് ഓഫ് ടൈം ഫോർ ഉപയോഗിച്ചുകൊണ്ടൊരു എക്സാമ്പിൾ, അതുപോലെ ഷെഡ്യൂൾ, ഫങ്ഷൻ, അതുപോലെ ബെനിഫിറ്റ്, ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ എക്സാമ്പിൾ എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.